ഹായ്, എല്ലാരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ? അപ്പം ഇന്ന് ഞങ്ങൾക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബീഫും പാൽക്കപ്പയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പാൽക്കപ്പ ആദ്യമായിട്ട് ഉണ്ടാക്കുക. അപ്പൊ അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ കപ്പ നല്ല കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് കുക്കറിലിട്ട് വെള്ളവും ഉപ്പൂടെ ചേർത്ത് 2 വിസിൽ വരെ വേവിച്ചെടുത്ത്. ചീനിയുടെ വേവ് അനുസരിച്ചാണേ. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് അത് ഊറ്റി വെച്ച് പിന്നെ ഒരു ചരുവം വെച്ചിട്ട് അതിനകത്തോട്ട് വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, കൊച്ചുള്ളി, കാന്താരി ഈ മൂന്നൂടെ ചേർത്തിട്ട് തേങ്ങാപ്പാലിന്റെ 2ാം പാല് ചേർത്ത് അത് നല്ലപോലെ വേവിച്ച് കുറുക്കി വറ്റിച്ചെടുക്കണേ. അത് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് 1ാം പാലൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല കറിവേപ്പിലയും കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടെ ഇട്ട് കടുക് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പാൽക്കപ്പ റെഡിയായി. ബീഫിന്റെയും ചിക്കന്റെയും മീൻകറിയുടെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുമേ. അപ്പൊ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.